Watch full episodes on Jio Hotstar. ഇവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ വന്നു? ആദ്യത്തെ ദിവസം ആരും തന്നെ ഇത്ര പെട്ടെന്ന് വന്നിട്ടില്ലല്ലോ. മുട്ടു, നീ ഇതെങ്ങനെ സംഭവ്യമാക്കി? ഇത് നീ എങ്ങനെ സാധിച്ചെടുത്തു? മാസ്റ്റർ, ഇവന് സമോസയുടെ പേര് കേട്ടാ മതി, എന്തും ചെയ്യാൻ സാധിക്കും. ഇവനിപ്പോ സമോസയുടെ കാര്യം ഓർത്തപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോയി. സമോസ കഴിച്ചാ പിന്നെ ഇവന് നല്ല ശക്തിയായിരിക്കും, പിന്നെ ഇവന് എന്തും ചെയ്യാൻ കഴിയും. ഓ, പിന്നെ മാർഷൽ ആർട്സ് പഠിക്കുന്നത് എന്തിനാ? സമോസ തിന്നുകൊണ്ട് തന്നെ ടൈഗർ ചാനെ തോൽപ്പിക്കാമല്ലോ. പക്ഷേ മാസ്റ്റർ, തുല്യരായവർ തമ്മിൽ വേണ്ട ഗുസ്തി പിടിക്കാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മാർഷൽ ആർട്സ് പഠിക്കണമെന്ന് തീരുമാനിച്ചത്. എങ്കിൽ മാത്രമേ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചെടുക്കാൻ പറ്റൂ. ധൈര്യശാലി മാത്രമല്ല, ആത്മാർത്ഥതയുള്ളവനും കൂടിയാണ്. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം. സമോസ എങ്ങനെയാണോ നിന്നെ ഒരു ജോലിയിൽ നയിച്ചത്, അതിനെ തന്നെയാണ് ഞാൻ ഫോക്കസ് എന്ന് പറയുന്നത്. നിനക്ക് സമോസയിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അക്കാര്യം ഓർമ്മയിരിക്കുന്നു. കയ്യിന്റെ പൊസിഷൻ ഇങ്ങനെയായിരിക്കണം. ഇങ്ങനെ പവർഫുൾ ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. ലൂസ് ആകരുത് ഒരിക്കലും. ആരെങ്കിലും നിന്നെ ആക്രമിച്ചാൽ നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയണം. പൊളിച്ചെടുത്തല്ലോ. ഇത്രയും ചെറിയ കാര്യം ചെയ്യാൻ അറിയില്ല. ദാ ഞാൻ കാണിച്ചു തരാം. ഇത്തരം കളികളിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ല. ഐഡിയ. മോട്ടോ, ഇങ്ങോട്ട് നോക്കേ, ഇത് എന്താന്ന്? ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? നീ സമോസയെ നോക്കി എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് നിന്നിൽ എങ്ങനെയാണോ ആത്മവിശ്വാസം വളർത്തുന്നത്, അതുപോലെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും. ശരിയായി ഫോക്കസ് ചെയ്ത് മാർഷൽ ആർട്സ് ചെയ്യൂ. ഓർമ്മയിരിക്കട്ടെ, ഫോക്കസ് ആൻഡ് ഫെയിത്ത്. മോട്ടു, നഞ്ചക്കയിൽ ഫോക്കസ് ചെയ്യരുത്, ബോളിൽ ഫോക്കസ് ചെയ്യൂ. നഞ്ചക്കയിൽ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ബോളിൽ. ബോളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചെറിയ ബോൾ ഫുട്ബോൾ ആയി തോന്നാം. അപ്പോൾ നിനക്കൊരിക്കലും മിസ് ചെയ്യില്ല. സമോസയിൽ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യുക.
ഒന്ന് നിന്നേ. ഞാൻ വിചാരിച്ചു നീയാണ് ആകാശത്തേക്ക് പറപ്പിച്ചതാ. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വേറെ തോന്നലാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞല്ലോ പോട്ടോ. ഞാനിനി വേറെ സ്വപ്നം കണ്ടതായിരിക്കാനാണോ സാധ്യത? അല്ലെങ്കിൽ എങ്ങനെ ഒരിടി കൊണ്ട് ആകാശത്തേക്ക് പറക്കാൻ സാധിക്കുന്നത്? ഒരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും. മോട്ട് നിനക്കന്ന് കാണിച്ചു തന്നല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന്. നീ അത് കണ്ടില്ലേ? അതെനിക്ക് തോന്നിയതാ, സ്വപ്നമായിരുന്നു. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഭൂമി പറഞ്ഞതാ, ഉരുണ്ടിട്ടല്ല. എടോ, നിന്റെ ജോഗ്രഫി വളരെ മോശമാണ്. എന്നാ പിന്നെ ശരി, ഇത്തവണ ഞാൻ നിനക്ക് വേറെന്തെങ്കിലും കാണിച്ചു തരാം. അതായത് സൂര്യന് ചൂടാണ്, ചന്ദ്രന് തണുപ്പാണെന്നൊക്കെ. മോട്ടോ, ആദ്യം നീ സമോസ കഴിക്കേ, വിശക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇവന് ഈ പേപ്പറും പേനയും കൊടുത്തേക്കാം. ഇവൻ മേലെ പോയി എല്ലാം എഴുതിയെടുത്തോണ്ട് വരട്ടെ. റെഡി, സ്റ്റഡി, ഗോ! ഭയങ്കര ചൂട്. ഇവിടെ തണുപ്പ്, നീ എന്തൊരു തണുപ്പ്, കിടുകിടാ വരയ്ക്കുന്നു. ഇപ്പോഴാണ് ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത്. മോട്ടുവിന് ഹിംനരേഷ് ഒരു പ്രത്യേക ട്രെയിനിങ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്ത തീർച്ചയായും നിനക്ക് ശുഭമായിരിക്കില്ല. അങ്ങ് തോർത്ത് വിഷമിക്കണ്ട. ആ മോട്ടുവിനെ ഞാൻ ഒറ്റ മിനിറ്റിൽ തോൽപ്പിക്കും. ഓ നോ, നീ പിന്നെയും വന്നോ? ഇപ്പൊ എവിടെന്നാ വീണ്? അവൻ ഇന്നെ കാണിച്ചു അത് ബോസ്. ചന്ദ്രന് ഭയങ്കര തണുപ്പാണത്, ഒടുക്കത്തെ തണുപ്പാണ് ബോസ്. പിന്നെ സൂര്യന് ഭയങ്കര ചൂടുമാണ്. ഞാനിപ്പോ കണ്ടുള്ളൂ ബോസ്. ഞാൻ എഴുതി പഠിച്ചിട്ട് വന്നതാ ബോസേ. സൂര്യന് ഭയങ്കര ചൂടാണ്. പിന്നെ ചന്ദ്രന് ഭയങ്കര തണുപ്പാ. എടുക്ക ബോസ്, എനിക്ക് തണുത്തിട്ട് വയ്യാമ. ഞാൻ പറയുന്നത് വിശ്വസിക്കുമ്പോ സൂര്യന് ചൂടാണ്. അവനെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. ബോസ്, ഞാൻ പറയുന്നത് കേക്ക് ബോസ്. മോട്ട് ഭയങ്കര ശക്തിവേറ, ബാഹുബലി പൽവാർ ദേവന്റെ കളിയുന്നത് അവനോട് നടക്കത്തില്ല ബോസേ. എനിക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി എന്റെ ആളുകൾ ആ മോട്ടുവിനെ വകവരുത്തും. അവനെ വെറുതെ വിട്ടാൽ അവൻ ഇവിടെ വന്ന് നിന്നെയും തോൽപ്പിച്ച് എന്നെ അപമാനിതനാക്കും. മനസ്സിലായോ? ഇല്ല മാസ്റ്റർ, എനിക്ക് അവനെ തോൽപ്പിക്കണം. എന്നെ വിശ്വസിക്ക്. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, തീർച്ചയായും വിശ്വാസമുണ്ട്. പക്ഷെ ആ മോട്ടുവിനെ എനിക്ക് വിശ്വാസമില്ല. ഒരു ഉറുമ്പിന് പോലും ഒരു ആനയെ ഒരു കടി കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയും. അവനാണെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് വരുന്നതായി പറയുന്നു. അത് ഭയങ്കര ആപൽക്കരമാണ്. ആർക്കറിയാം അവൻ എന്തൊക്കെ ശക്തികൾ കൊണ്ടാണോ വന്നിരിക്കുന്നതെന്ന്. മോട്ടു, നീ നാളത്തെ പ്രഭാതം കാണാൻ പോകുന്നില്ല. ആരാണ് അവിടെയെന്ന്? ടിം പോയി നോക്കൂ അവിടെ ആരാണെന്ന്.
ഇതെങ്ങനെയാ മാസ്റ്റർ ചെയ്യുന്നത്? കിങ് ബാങ്കിനോട് പറഞ്ഞേക്ക് ഇനിയും അവന്റെ നോട്ടം ഇവിടേക്കെങ്ങാനും എത്തിയാൽ അവൻ ഒരിക്കലും നോക്കാൻ കഴിയില്ല എന്ന്. മാസ്റ്റർ ഹിംനരേഷ്, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതൊന്നും മാർഷൽ ആർട്സ് അല്ലല്ലോ. ഇതും മാർഷൽ ആർട്സ് തന്നെയാണ്, പക്ഷേ അത് അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. ഇത് പഠിക്കാൻ ഒരുപാട് നാളത്തെ പ്രയത്നം ആവശ്യമാണ്. അതിന് നല്ല ശ്രദ്ധയും ഫോക്കസും തങ്ങളിൽ തന്നെ നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. ഫുൾ ഫെയ്ത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്കിത് പഠിപ്പിച്ചു തരുമോ മാസ്റ്റർ? മോട്ടു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതിന് ഒരുപാട് വർഷത്തെ പ്രയത്നം ആവശ്യമുള്ളത്. തൽക്കാലം ഇപ്പോൾ പഠിച്ചത് മാത്രം പ്രവൃത്തിയിൽ ശരി കൊണ്ടുവരിക. മാസ്റ്റർ. മുട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ടൈഗർ ചാനെ ധൈര്യമായിട്ട് വെല്ലുവിളിക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.